നമസ്കാരം. അപ്പോൾ ഉപ്പും മുളകും ആണ് ഇന്നത്തെ വിഷയം. ഉപ്പും മുളകും റിലേറ്റായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 2 ദിവസം മുന്നേ, അതായത് ഒരു 5 ദിവസം മുന്നേ ആയിട്ടുണ്ടാവും. അവരുടെ ഇൻ്റർവ്യൂ വന്നിട്ട് ശ്രീകുമാറിൻ്റെയും വൈഫിൻ്റെയും സ്നേഹ ഇവരുടെ ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ചില കാര്യങ്ങൾ അവർ മുഴുവനായിട്ട് കേസുമായിട്ടുള്ള കാര്യങ്ങൾ മുഴുവനായിട്ട് പറയുന്നില്ല. കാരണം അവർ പറഞ്ഞത് അതിൻ്റെ അവസാന ഘട്ടത്തിലായി. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല, മുഴുവനായിട്ട് പറയാൻ പറ്റില്ലെങ്കിലും ഡയറക്റ്റായിട്ടില്ലെങ്കിലും ഇൻഡയറക്റ്റായിട്ടാണ് ഇവർ ക്ലൂ ഒക്കെ തരുന്നത്. പക്ഷേ ഏകദേശം എല്ലാവർക്കും ആ നടി ആരാണെന്നൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഇൻ്റർവ്യൂ വന്ന് കഴിഞ്ഞ് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇന്നലെ അതിൻ്റെ അകത്ത് നീലു എന്ന് പറയുന്ന ക്യാരക്ടർ നിഷ സാരംഗ് അവരുടെ ഒരു ഇൻ്റർവ്യൂവും കൂടി വന്നിട്ടുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൻ്റെ അകത്ത്. അവരും ഇതിനെക്കുറിച്ചിട്ട് കറക്റ്റായിട്ട് പറയുന്നില്ലെങ്കിലും വളഞ്ഞ് മൂക്ക് പിടിക്കുക എന്ന് പറയുന്നില്ലേ, അപ്പോൾ അതിനെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത് തന്നെ നമുക്കതിലെ ബാലു എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെയും കൂടി ഇൻ്റർവ്യൂ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഫസ്റ്റ് നമ്മുടെ ശ്രീകുമാറിൻ്റെ ഇൻ്റർവ്യൂ വന്നു, ഇപ്പോൾ ഇതാ നീലു എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഇൻ്റർവ്യൂ വന്നു, അടുത്ത് നമ്മൾ ബാലു ആണ്. ഇവർ മൂന്നുമാണല്ലോ മാറി നിൽക്കുന്നത്. അപ്പോൾ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള ഇൻ്റർവ്യൂ ആയിരുന്നു അവർ കൊടുത്തത്. പക്ഷേ ഇതിൻ്റെ അകത്ത് നീലു എന്ന് പറയുന്ന ക്യാരക്ടർ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ഈ കേസിൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ഇവർ കോംപ്രമൈസ് ചെയ്യാൻ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അവർ കേസ് കൊടുക്കുന്നതിന് മുമ്പേ ആലോചിക്കേണ്ടതെന്നൊക്കെ സ്നേഹ പറയുന്നുണ്ട്. സ്നേഹയുടെ വർത്തമാനത്തിൽ ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട്, അത്രയും കോൺഫിഡൻസ് ആയിട്ടാണ് പറയുന്നത്. പക്ഷേ നീലുവിൻ്റെ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യമാണ്, നീലുവിൻ്റെ മുഖം കാണുമ്പോൾ ഒരു വിഷമം ഉള്ള പോലെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇൻ്റർവ്യൂ കണ്ട് എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ അതിൻ്റെ അകത്ത് ആങ്കർ ദിയ കൃഷ്ണൻ്റെ ഡെലിവറിനെ കുറിച്ചിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഇതിൻ്റെ അകത്ത് ചോദിക്കണമെന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല. അത് ചോദിക്കേണ്ടതാണോ? പക്ഷേ അതുവഴിയായിട്ടാണ് പിന്നെ ഓരോരോ കഞ്ചാവിൻ്റെ കാര്യങ്ങളും അതൊക്കെ ഇതിൻ്റെ അകത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെതായ ഒരു കാര്യം നീലു അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, ചില ആൾക്കാർക്ക് കഞ്ചാവൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഏത് ലോകത്താണെന്നോ എന്താണെന്നോ ചെയ്യുന്നതെന്നൊന്നും മനസ്സിലാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് ആ ഉപ്പും മുളകും സെറ്റുമായി ബന്ധപ്പെട്ടിട്ടാണോ എന്നൊരു ഡൗട്ടുണ്ട്. കാരണം അതും റിലേറ്റ് ആയിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ എന്തൊക്കെയാണ് പറയുക, എന്തൊക്കെയാണ് ചെയ്യാന്നുള്ളതൊന്നും അവർക്ക് ബോധം ഉണ്ടാവില്ല. പക്ഷേ അവരങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ ഭാര്യ കുട്ടികളൊക്കെയല്ലേ അത് അനുഭവിക്കേണ്ടതെന്നൊക്കെ അതിൻ്റെ അകത്ത് നീലു പറയുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് നീലു പറയുന്ന കുറച്ച് കാര്യം നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. അവരെന്താ ചെയ്തതെന്ന് അവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ അല്ലേ. പക്ഷേ ഇത് ഉപയോഗിച്ചിട്ട് ഇവർ ബോധം നഷ്ടാവസ്ഥയിൽ ഇവരെന്ത് കാണിച്ചു കൂട്ടിയാലും അത് അനുഭവിക്കുന്ന ആ സ്ത്രീയോ കുട്ടിയോ ആണ് അത് അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ വരുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്. കാരണം അതിൻ്റെ വേദന അനുഭവിക്കുന്നവർക്ക് അറിയാൻ പറ്റുള്ളൂ അതിൻ്റെ ദുഃഖം എന്താണെന്നുള്ളത് അല്ലേ. അതുകൊണ്ട് അങ്ങനത്തെ നിയമം എപ്പോഴും നമ്മുടെ മുന്നിലേക്ക് വന്നത് ഏറ്റവും ഞാൻ സന്തോഷിക്കുന്നുണ്ട്. കാരണം അതുകൊണ്ട് ആർക്കും ഒരു സങ്കടം ഉണ്ടാവാണ്ടിരിക്കട്ടെ അല്ലേ. കാരണം ഇത് ഉപയോഗിച്ച് ചെയ്യുന്ന ആൾക്ക് അത് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഓർമ്മക്കുറവൊക്കെ ഉണ്ടാവും ഇല്ലേ. അത് കഴിയുമ്പോഴായിരിക്കും അവർ തിരിച്ചു വരുന്നത്. പക്ഷേ ആ അനുഭവിച്ച ആൾക്ക് ആ വേദന പോകില്ല, അവർക്ക് ഓർമ്മക്കുറവില്ല. ഇവർ ഈ പറയുന്നത് സെറ്റിൽ ഉപ്പും മുളകിലും അങ്ങനെയൊക്കെ സെറ്റിൽ കഞ്ചാവ് ഉപയോഗിച്ചു. അപ്പോൾ ഇപ്പോൾ ഒരു വിൻസിൻ്റെ ഒക്കെ ഒരു പരാതിൻ്റെ പേരിൽ സെറ്റിലൊന്നും കഞ്ചാവ് അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള നിയമം വന്നു. അതൊക്കെ നന്നായി എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഇവരുടെ പേരിൽ മുമ്പ് ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ, ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടും ഒക്കെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ അതങ്ങനെ നിർത്തലാക്കിയതൊക്കെ നന്നായെന്ന് വെച്ചിട്ടാണ് ഇവർ ഈ കഞ്ചാവിൻ്റെ ഇതിൽ പറയുന്നത്. ഒരു കാര്യം അവർ പറയുന്നത് സത്യമായിട്ടുള്ള കാര്യമായിരിക്കും. കാരണം നമ്മൾ ഇപ്പോൾ മദ്യപിച്ചാൽ അല്ലെങ്കിൽ കഞ്ചാവ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്നുള്ളത് നമുക്കറിയില്ല. കാരണം നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നവർ നോർമലായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവരെ നമ്മൾ ഉപദ്രവിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ എന്തെങ്കിലും പരിക്കേൽപ്പിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് നല്ല ഓർമ്മയുണ്ടാവും. അടി കൊണ്ട ആൾ നമ്മൾ അടിച്ച ആൾ മറന്നാലും കൊണ്ടാൾ മറക്കില്ല എന്നൊരു പഴഞ്ചൊല്ല് ഒരു ഇതില്ലേ, അടിച്ചവൻ മറന്നാലും കൊണ്ടവൻ മറക്കില്ല എന്ന് പറയുന്നില്ല. അതുപോലെ തന്നെ ഇതിപ്പോൾ കഞ്ചാവ് അടിച്ചിട്ട് അവിടെ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ അവർ അതിൻ്റെ ആ കഞ്ചാവിൻ്റെ ആ ലഹരി മാറുമ്പോൾ അവർക്കൊന്നും ഓർമ്മയോ കാര്യങ്ങളോ ഉണ്ടാവില്ല. പക്ഷേങ്കിൽ അനുഭവിച്ച ആൾക്ക് അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. അത് ഇവർ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യം. അത് ഇതിൻ്റെ മാത്രമല്ല, മദ്യപാനികളോടും കൂടിയിട്ടാണ്. കാരണം മദ്യപിച്ച് കഴിഞ്ഞാൽ എന്ത് പറയാമെന്നുള്ള കാര്യമൊന്നും ഓർമ്മയുണ്ടാവില്ല. അവർ പിറ്റേ ദിവസമായിരിക്കും ഓർക്കുക, ഞാൻ എന്തെങ്കിലും പറഞ്ഞോ, എന്തെങ്കിലും ചെയ്തോ, എന്തെങ്കിലും ആക്കിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവരതിൻ്റെ അകത്ത് ചോദിക്കുന്നില്ല. നമ്മളെ സിനിമയിലൊക്കെയും കണ്ടിട്ടുണ്ട്. പിന്നെ നോർമലും കള്ളു കുടിച്ചിട്ടുള്ള ആൾക്കാരുടെ ഇതൊക്കെ നമ്മൾ വാർത്തകളിലൊക്കെ കേൾക്കുന്നതാണല്ലോ. അപ്പോൾ അത് ഇവർ പറഞ്ഞ കാര്യം സത്യമാണ്. നീലു, അതായത് നിഷ സാരംഗിൻ്റെ അകത്ത് സെറ്റിലുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എനിക്കുണ്ടായ ഒരു അനുഭവമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു സെറ്റിൽ നടന്നൊരു സംഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ഒരു സെറ്റിൽ ഒരു ടെക്നീഷ്യൻ ഉണ്ടായിരുന്നു, അവർക്ക് കിഡ്നിയുടെ പ്രോബ്ലമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ അതിൻ്റെ അകത്ത് നിഷ സാരംഗ് പറയുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം നമുക്കതിനെക്കുറിച്ചിട്ട് പറയും. അപ്പോൾ ആദ്യം നമുക്ക് നിഷ സാരംഗ് പറയുന്നത് എന്താണെന്ന് കേൾക്കാം. ഒരു ലൊക്കേഷനിൽ ഒരാളെ
അയാൾ കമ്മീഷൻ മേടിച്ചു എന്നും പറഞ്ഞൊരു കഥ വന്നു. എന്നിട്ട് പലപ്പോഴും അവിടെ അയാളെക്കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു. നല്ലൊരാൾ. കാരണം വെച്ചാൽ നമ്മൾ ഒരിക്കൽ പോലും അയാളെക്കുറിച്ച് അങ്ങനെ ഒരു ഇത് കേട്ടിട്ടില്ല. അയാൾ വർഷങ്ങളായിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന ആളാണ്. പക്ഷേ അയാളെക്കുറിച്ച് അങ്ങനെ ഒരു ഇത് കേട്ടപ്പോൾ നമുക്കും വിഷമം തോന്നി. കാരണം അയാളൊരു സുഖമില്ലാത്ത ആളായിരുന്നു. മനസ്സിലായോ? അപ്പോൾ നമുക്ക് അവരോടൊരു സിമ്പതി ഉണ്ടാവും. സുഖമില്ലാത്ത ആളായതുകൊണ്ട് നമുക്ക് അവരോട് സിമ്പതി. അപ്പോൾ എനിക്ക് എല്ലാവരും അയാളെ ഇങ്ങനെ കുറ്റപ്പെടുത്തി, എല്ലാവരും ഇല്ല, അതിനകത്ത് ഒരാളാണ് അതിനകത്ത് അയാളെ കൂടുതൽ ക്രൂശിച്ചത്. അതും പറഞ്ഞിട്ട് ബാക്കിയുള്ളവരൊന്നും അത് മൈൻഡ് ചെയ്തിട്ടില്ല. കാരണം ബാക്കിയുള്ളവർക്ക് അറിയാം അയാൾ എന്താണെന്ന്. പക്ഷേ ഒരാൾ മാത്രം അയാളെ ഭയങ്കരമായിട്ട് ക്രൂശിച്ചു. അതും പറഞ്ഞ് എല്ലാവരുടെ പറഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും വിഷമം തോന്നി. കാരണം അയാൾ അങ്ങനെ ചെയ്തോ എനിക്ക്. കാരണം ഇത്രയും വയ്യാഞ്ഞിട്ട് ആളായിട്ടും അയാൾ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കൊരു വിഷമം തോന്നി. ഞാൻ അയാളെ വിളിച്ചു. ഇതിൻ്റെ അകത്ത് നിഷ സാരംഗ് എന്ന് പറയുന്നത് അവരുടെ കൂടെ വർക്ക് ചെയ്ത, അതായത് ഒരു ടെക്നീഷ്യൻ ഉണ്ടായിരുന്നു. ആ ടെക്നീഷ്യന് കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അവരെ കുറിച്ചിട്ട് നല്ല അഭിപ്രായമായിരുന്നു ആ ടെക്നീഷ്യനെ കുറിച്ചിട്ട്. പക്ഷേങ്കിൽ ആ സെറ്റിൽ മെയിനായിട്ടുള്ള ഒരാൾ എന്നാണ് പറഞ്ഞത്, മെയിനായിട്ടുള്ളൊരു നടൻ അങ്ങനെയുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. അവർക്ക് അതായത് അവരെ ഇയാളെ കുറിച്ചിട്ട് അപവാദം പറഞ്ഞു നടന്നു. എല്ലാവരുടെ അടുത്തും പോയിട്ട് അപവാദം പറഞ്ഞു. കാരണം ഇയാൾ കമ്മീഷൻ വാങ്ങുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. കാരണം അയാളുടെ വിശ്വാസമുള്ളതുകൊണ്ടാണല്ലോ ഓഫീസിൽ അവർ അയാളോട് ചോദിക്കാണ്ടിരുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാനത് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത്. ഈ കമ്മീഷൻ മേടിച്ചു എന്ന് പറഞ്ഞാൽ ആ പയ്യൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, മോനെ നിൻ്റെ അടുത്ത് നിന്ന് ഇയാൾ കമ്മീഷൻ മേടിച്ചു എന്ന് ഇങ്ങനെ കഥ പ്രചരിക്കുന്നുണ്ട്, ശരിയാണോ എന്ന് ചോദിച്ചു. അവൻ ആദ്യം സത്യം പറഞ്ഞില്ല. പിന്നെ അത് ഞാൻ വീണ്ടും ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, നീ പറഞ്ഞു ഞാൻ ആരുടെ പറയില്ല, നീ പറയുന്നു പറഞ്ഞു. അത് ചേച്ചി അത് എൻ്റെ കയ്യിൽ നിന്ന് കമ്മീഷനൊന്നും മേടിച്ചില്ല. എനിക്ക് വീട്ടിൽ പോകാൻ പൈസ ഇല്ലാതെ വന്നപ്പോൾ എനിക്ക് പുള്ളി 2000 രൂപ തന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് വീട്ടിൽ പോയത്. ശമ്പളം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് ശമ്പളം കിട്ടുമ്പോൾ തിരിച്ചിട്ട് തരണേന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഷെഡ്യൂൾ വന്നപ്പോഴും എനിക്ക് ശമ്പളം വന്നിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ വീണ്ടും ഇങ്ങനെ വിഷമിക്കേണ്ടപ്പോൾ പുള്ളിയോട് ചോദിച്ചപ്പോൾ പുള്ളി വീണ്ടും തന്നു 2000. ആ 2000, 4000 രൂപ എനിക്ക് ശമ്പളം കിട്ടിയപ്പോൾ ഞാൻ പുള്ളിക്ക് ഇട്ട് കൊടുത്തു തിരിച്ച്. ഓക്കെ, ഇതാണ് സംഭവം. അല്ലാതെ പുള്ളി എൻ്റെ കയ്യിൽ നിന്ന് കമ്മീഷനൊന്നും മേടിച്ചിട്ടില്ല, ചോദിച്ചിട്ടില്ല, അങ്ങനെയൊന്നും പുള്ളി സംസാരിച്ചിട്ടില്ല. ഓക്കെ, ഞാനപ്പോൾ തന്നെ ഈ പറഞ്ഞു നടന്ന ആൾ ആദ്യം വിളിച്ചു. പുള്ളിക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുത്ത ആളെ ഞാൻ ആദ്യം വിളിച്ചു. ഞാൻ അപ്പനോട് ചോദിച്ചല്ലോ, അപ്പൻ പറഞ്ഞല്ലോ, അപ്പൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞല്ലോ, അപ്പൻ്റെ അടുത്ത് നിന്ന് കമ്മീഷൻ പുള്ളി മേടിച്ചിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പുള്ളി ബബ്ബ പിടിക്കാൻ തുടങ്ങി. ഞാൻ എല്ലാവരെയും വിളിച്ചു. ആ ഒരു ലൊക്കേഷനിലെ കാരണം ആ ലൊക്കേഷനിലെ എല്ലാവരുടെ പുള്ളി പറഞ്ഞു കഴിഞ്ഞിരുന്നു. ഓക്കെ, ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എനിക്ക് അറിയണമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വിളിച്ചു കൂട്ടി എല്ലാവരോടും ഞാൻ കാര്യം പറഞ്ഞത് ഇന്നതാണ് കേട്ടോ, അയാൾ കമ്മീഷനൊന്നും മേടിച്ചിട്ടില്ല. എന്താണ് വെറുതെ ഒരാളെ പറ്റി ഇല്ലാത്ത പറഞ്ഞ് അയാളുടെ ജോലി കളയിക്കാൻ നോക്കുന്നത് നല്ലൊരു പ്രവണതയല്ല. കാരണം അത് മോശമായി പോയെന്ന് പറഞ്ഞു. അപ്പോൾ ആണോ ഒന്നും അറിയാത്ത പോലെ അയാൾ ആണോ. അപ്പോൾ എന്നെ ഒരു നോട്ടം നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു, അന്നേ എനിക്ക് മനസ്സിലായിരുന്നു. അപ്പോൾ ഈ നിഷ സാരംഗ് എന്ന് പറയുന്ന ഈ നീലു ക്യാരക്ടർ ചെയ്യുന്ന ഇവരോടൊരു ദയ ഒക്കെ ഉണ്ട്. കാരണം കിഡ്നിക്കൊക്കെ പ്രോബ്ലം ഉള്ളതല്ലേ. അപ്പോൾ അവർ നല്ല അഭിപ്രായം ആയതുകൊണ്ടാണ് കൂടുതലും ഇഷ്ടം. കാരണം ആർക്കും ഒരു കുറ്റം പറയാനോ ഒന്നുമില്ല. അപ്പോൾ പിന്നെ അസുഖമുള്ള ആളെന്ന് നോക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ മെയിൻ ആർട്ടിസ്റ്റ് ഇവരെ കുറിച്ചിട്ട് അപവാദവും എല്ലാം കമ്മീഷൻ വാങ്ങുന്ന അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ അതിലിടയ്ക്കൊരു സംഭവം ഉണ്ടായി. ഈ വ്യക്തിയെ ഈ നടൻ്റെ അഭിപ്രായ പ്രകാരം പിന്നെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ ഓഫീസിലേക്ക് മാറ്റി. എന്നാൽ പിരിച്ചു വിട്ടിട്ടില്ല. അപ്പോൾ ഈ നിഷ സാരംഗ് ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, അങ്ങനെ ഇവർ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിരിച്ചു വിടണ്ടേ. പക്ഷേ ഇവർ പിരിച്ചു വിട്ടിട്ടുമില്ല, ഓഫീസിലേക്കാണ് മാറ്റിയത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നിഷ സാരംഗിന് ആ സത്യം എന്താണെന്ന് അറിയണം. കാരണം ഇയാളുടെ ഒരു പ്രത്യേക ദയോ കാരുണ്യമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇയാൾ അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. കാരണം ലൊക്കേഷനിൽ മുഴുവൻ എല്ലാവരോടും ഇയാൾ കമ്മീഷൻ വാങ്ങി എന്നുള്ള അപവാദവും കാര്യങ്ങളൊക്കെ പറഞ്ഞു നടന്നു എന്നാണ് പറയുന്നത്. പക്ഷേങ്കിൽ ആ വ്യക്തി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ നിഷ സാരംഗ് എന്ത് ചെയ്തു, ആ വ്യക്തിയെ വിളിച്ചു. ആ വ്യക്തിയോട് പറഞ്ഞു, ഇങ്ങനെ നിങ്ങളെക്കുറിച്ചിട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ, സത്യമാണല്ലോ, സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് അവരെ വിളിച്ചപ്പോൾ ചോദിച്ചു. അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, ഞാൻ അറിഞ്ഞില്ല ഇതൊന്നും. അദ്ദേഹം അറിഞ്ഞില്ല എന്നാണ് പറഞ്ഞത്. കാരണം ഞാൻ അറിഞ്ഞില്ല എന്നെക്കുറിച്ച് ഇങ്ങനെ അപവാദവും കാര്യങ്ങളും ഉള്ളതൊന്നും. ഞാനങ്ങനെ ആർക്കും കമ്മീഷൻ കൊടുത്തിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നിഷ സാരംഗ് പറഞ്ഞു, എനിക്കതിൻ്റെ സത്യാവസ്ഥ അറിയണമെന്ന് വെച്ചിട്ട് ഇദ്ദേഹത്തിന് കമ്മീഷൻ കൊടുക്കാൻ ഒരാളുണ്ടായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ വ്യക്തിയെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, അങ്ങനെയല്ല, എനിക്ക് ഒരു 2000 രൂപയുടെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അവസ്ഥ കണ്ടിട്ട് അദ്ദേഹത്തിനും ഇല്ല, ടെക്നീഷ്യന്മാർക്കും അവർക്കൊക്കെ ആർട്ടിസ്റ്റിന് കിട്ടുന്ന അത്രയൊന്നും പൈസ കിട്ടില്ല, നമുക്ക് നല്ല സാലറി ഒക്കെ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർക്ക് വളരെ കുറവാണ്, അത് വെച്ചിട്ടാണ് മരുന്ന് വാങ്ങുന്നതെന്നൊക്കെ നിഷ സാരംഗ് പറയുന്നുണ്ട്. അതിനുശേഷം അതായത് ഈ ടെക്നീഷ്യൻ എടുക്കുന്ന കടം വാങ്ങിയ വ്യക്തിയെ വിളിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് കിട്ടിയില്ലായിരുന്നു, അപ്പോൾ 2000 രൂപയുടെ ആവശ്യം ഉണ്ടായിരുന്നു, അപ്പോൾ 2000 രൂപ കടം വാങ്ങിയായിരുന്നു, അപ്പോൾ എനിക്ക് സാലറി കിട്ടിയിട്ടാകുമ്പോൾ ഞാൻ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കാമെന്നായിരുന്നു പറഞ്ഞത് എന്ന് പറഞ്ഞു. അതിനുശേഷം അപ്പോൾ അയാളുടെ അക്കൗണ്ടിൽ സാലറി കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ വീണ്ടും അവർക്കെന്തോ ആവശ്യം വന്നപ്പോൾ ആ വിഷമം കണ്ടിട്ട് വീണ്ടും 2000 രൂപ കൊടുത്തു. അതിനുശേഷം 4000 രൂപ നീ സാലറി കിട്ടിയിട്ടാകുമ്പോൾ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ സാലറി കിട്ടിയ ഉടനെ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തു എന്ന് ആ വ്യക്തി പറഞ്ഞു. അപ്പോൾ നിഷ സാരംഗിന് അത് മനസ്സിലായ ശേഷം ആദ്യം അപവാദം പറഞ്ഞ നടനോട്
പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒന്നും അറിയാത്ത മട്ടിലൊക്കെ നടന്നു. അപ്പോൾ അവിടെയുള്ള എല്ലാവരും അറിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാ ആർട്ടിസ്റ്റിനെയൊക്കെ വിളിച്ചിട്ട് അവരുടെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങളെന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്നത്, ഇവർ കമ്മീഷനൊന്നും വാങ്ങില്ല എന്ന് പറഞ്ഞ് സത്യം അവരെ മുമ്പിൽ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞു നടന്ന നടൻ അപ്പോൾ ഒന്നും അറിയാത്ത മട്ടിൽ അതെയോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നെ ഒരു നോട്ടം നോക്കി, ആ നോട്ടത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് പണി വരുന്നുണ്ടെന്ന് ഒക്കെ നിഷാ സാരംഗ ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അവരങ്ങനെയാണ് പറഞ്ഞത്. ഞാനപ്പോൾ എല്ലാവരെയും മുമ്പിൽ വെച്ച് പറഞ്ഞുകൊണ്ടുള്ള അതുകൊണ്ടായിരിക്കും എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. പക്ഷേ നിഷാ സാരംഗ ഇത് ചെയ്തത് വളരെ ഒരു വിഡ്ഢിത്തമാണ്. കാരണം എല്ലാവരെയും മുമ്പിൽ വെച്ചിട്ട് പറയല്ലായിരുന്നു ആദ്യം ചെയ്യേണ്ടത്. പേഴ്സണലായിട്ട് വിളിച്ചിട്ടായിരുന്നു അദ്ദേഹത്തിനോട് ചോദിക്കേണ്ടത്. കാരണം എല്ലാവരെയും മുമ്പിൽ വിളിച്ച് നാണം കെടുത്തുക എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമാണ്. നിങ്ങൾ പേഴ്സണലായിട്ട് വിളിച്ചിട്ട് ആ കാര്യം ക്ലിയർ ചെയ്യായിരുന്നു വേണ്ടത്. കാരണം നിങ്ങൾക്ക് സത്യം അറിയാലോ. അപ്പോൾ ഇങ്ങനെ ആയിരുന്നല്ലോ, നിങ്ങൾ എന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന് അയാളെ പേഴ്സണലായിട്ട് വിളിച്ച് ചോദിക്കണമായിരുന്നു. അതിനുശേഷം അയാൾ അതുപോലെ പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ എല്ലാവരുടെ മുമ്പിലും വെച്ചിട്ട് തീർക്കാൻ പാടുള്ളൂ. കാരണം ഇപ്പോൾ അയാളുടെ സ്ഥാനം, ഞാൻ അയാളെ ന്യായീകരിച്ച് പറയല്ല, അയാളുടെ സ്ഥാനത്ത് ഇപ്പോൾ നിങ്ങളായിരുന്നെങ്കിലും അങ്ങനെ തന്നെയല്ലേ വരിക. കാരണം നിങ്ങളെയാണ് എല്ലാ ആർട്ടിസ്റ്റിൻ്റെയും, അതായത് ആ ക്രൂ മെമ്പേഴ്സിനെ ഒക്കെ വിളിച്ചിട്ട് നിങ്ങളെയാണ് ഇതുപോലെ ചെയ്തെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും വിഷമം വരും. അതാണായാലും പെണ്ണായാലും ആർക്കായാലും വിഷമം വരുന്നൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളത് അങ്ങനെ ചെയ്യണ്ടായിരുന്നു. പേഴ്സണലായിട്ട് വിളിച്ചിട്ട് അവരുടെ അടുത്ത് കാര്യം ചോദിച്ച് ക്ലിയർ ചെയ്യായിരുന്നു നല്ലത്. ഇത് കുറച്ചൊരു എടുത്തുചാട്ടം പോലെ ആയിട്ട് തോന്നി. ഇവിടെ നിങ്ങൾ അതിബുദ്ധി കാണിച്ചു എന്നേ പറയാനുള്ളൂ. കാരണം അതിബുദ്ധി ആപത്തെന്നും എല്ലാവരും പറയും. കാരണം നിങ്ങളവിടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ പോലെ നടത്തേണ്ട ഒരാവശ്യവും ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്കത് സത്യം അറിയണമായിരിക്കും. കാരണം നിങ്ങൾക്ക് അയാളോടൊരു സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. കാരണം അയാൾക്ക് സുഖമില്ലാത്തതാണ്. അത്രയും നല്ലൊരു വ്യക്തിനെ എല്ലാവരും പറയുമ്പോൾ ചിലപ്പോൾ ഈ ആർട്ടിസ്റ്റിന് ആ വ്യക്തിയോട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമായിരിക്കും. അവരെ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ അറിയണമെന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഇതുകൊണ്ടായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടാവും. അത് അവർ തമ്മിൽ തീർക്കുമായിരുന്നു. പക്ഷെ അത് നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് കയറി സത്യം പറയിച്ചാൽ ഒരു CBI എന്നും പറയാം, എന്തും വേണം പറയാം, ഒരു ഇൻവെസ്റ്റിഗേഷൻ നിങ്ങൾ അവിടെ നടത്തി. നിങ്ങൾ സത്യം അറിഞ്ഞു. നിങ്ങൾ സത്യം അറിഞ്ഞ ശേഷം എല്ലാവരെയും, ഇത് സിനിമയോ സീരിയലോ അല്ലല്ലോ, യഥാർത്ഥമല്ല. അഭിനയമാണെങ്കിലും ഓക്കെ, ഇത് അഭിനയമാണെന്ന് പറയാം. പക്ഷെ നിങ്ങൾ യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്തത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. കാരണം എല്ലാവരെയും മുമ്പിൽ വെച്ച് അവർ നാണം കിട്ടില്ലേ. അതായിരിക്കും എനിക്ക് തോന്നുന്നു. സ്നേഹ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്, വലിയ ഒരാളാവാൻ ഞാൻ എന്ന ഭാവം എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അത് ഉദ്ദേശിച്ചിട്ടായിരിക്കും, പറയാൻ പറ്റില്ല. ഇതിപ്പോൾ കറക്റ്റായിട്ട് എന്താണ് ആരുടെ ഭാഗം ശരി എന്നുള്ളത് പറയാൻ നമുക്ക് ഇതുവരെയായിട്ടും കഴിഞ്ഞില്ല. അവരുടെ ഭാഗം കേൾക്കുമ്പോൾ വിചാരിക്കും അവർ പോയിൻറ്റ്സ് എടുത്ത് പറയുമ്പോൾ അവരുടെ ഭാഗം ശരിയെന്ന്, നിങ്ങൾ പോയിൻറ്റ്സ് എടുത്ത് പറയുമ്പോൾ വിചാരിക്കും നിങ്ങളുടെ ഭാഗം ശരിയെന്ന്. പക്ഷെ എന്ത് തന്നെയായാലും ഇത് ഒരു എടുത്തുചാട്ടമായി പോയി ഈ പറഞ്ഞത് വെച്ചിട്ട്.